സ്ത്രീകളുടെ സ്ത്രീപക്ഷ പോരാട്ടങ്ങളും സ്ത്രീ സാഹിത്യവും എന്ന ആ ഒരു തലക്കെട്ടിൽ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണെന്നുള്ള ഒരു സൂചനയുണ്ട്. അപ്പോൾ സ്ത്രീ രചനകൾ സ്ത്രീ പോരാട്ടങ്ങളുടെ ഒരു സബ്സെറ്റാണോ, അതിനൊപ്പം വരുന്നതാണോ, അങ്ങനെ തന്നെയാണോ? ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കോംപ്ലിമെൻ്ററി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന അർത്ഥത്തിലുള്ള സ്ത്രീ പോരാട്ടങ്ങൾ, സ്ത്രീകളുടെ സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, അതുപോലെയുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വർത്തമാനകാല സാഹചര്യം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ്, ഇപ്പോൾ ഏകദേശം ഒരു 100-150 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ സ്ത്രീകൾ ലേഖനങ്ങളിലായിട്ടും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലായിട്ടും കവിതയായിട്ടും ഒക്കെ തന്നെ സ്ത്രീ അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വശം കൊടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു സ്ത്രീ വിമോചന പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല അത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പാറയ്ക്കൽ ഗൗരിയമ്മ എന്ന് പറയുന്ന സ്ത്രീ പാതിവ്രത്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഞങ്ങൾക്ക് പാതിവ്രത്യം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനം. ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഒരു മലയാളി സ്ത്രീ, ഒരു നായർ സ്ത്രീ എന്നൊക്കെയുള്ള പേരിൽ അവരുടെ അനുഭവങ്ങളെ മടികൂടാതെ ആവിഷ്കരിച്ചിരുന്നു. സ്വന്തം പേര് വയ്ക്കാൻ മടിയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആക്രമിക്കപ്പെടും എന്നുള്ള പേടി തന്നെ. അതുപോലെ നമുക്ക് ഇന്ന് എഴുതുന്ന സ്ത്രീപക്ഷ രചനകൾ എന്ന് പറയുന്ന തരത്തിലുള്ള എഴുത്ത്, അല്ലെങ്കിൽ അതല്ലാതെ അങ്ങനെ പറയാതെ കണ്ടും തന്നെ എഴുതുന്ന എഴുത്തിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ മുൻ തലമുറ ഇതിൻ്റെയൊക്കെ ഒരു ആദ്യ രൂപം വന്നിട്ടുണ്ട്. അത് പിന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തോടുകൂടി കൃത്യമായ ഒരു വിമോചന പോരാട്ടമായിട്ട്, എഴുത്തും ഒരു പോരാട്ടമായിട്ട്, ഭാഷയും പിന്നെ ഫിക്ഷനും അതുപോലെ തന്നെ അതല്ലാത്ത നോൺ ഫിക്ഷനും ഒക്കെ തന്നെ സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സംഗതിയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സ്ത്രീ എഴുത്തുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ആദ്യ രൂപങ്ങൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഒരു പ്രസ്ഥാനമുണ്ടായി അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യം ഉണ്ടായി എന്ന് പറയുന്ന തെറ്റാണത്. അങ്ങനെ ഉണ്ടാവില്ല. ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ട് അതിനൊരു സാഹിത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. അനുഭവങ്ങളാണ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നത്. അതേ അനുഭവങ്ങൾ തന്നെയാണ് എഴുത്തിനെയും ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ടായി ആ പ്രസ്ഥാനം ഒരു സാഹിത്യത്തെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് സ്റ്റാലിനിസമാണ്. സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ പിടിമുറുക്കുന്ന ആ കാലത്താണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ സഹയാത്രികരായ പല പ്രശസ്ത സാഹിത്യ രചയിതാക്കളെയും കൊന്നുകളയോ തടവിലാക്കുകയോ ഒക്കെ ചെയ്ത ശേഷം അവരെ പലരെയും ബാലസാഹിത്യ എഴുത്തുകാരാക്കി മാറ്റി. അതുകൊണ്ടാണ് റഷ്യൻ ബാലസാഹിത്യം ഇത്ര മനോഹരമായിട്ട് ഉള്ളത്. ഞാനിപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സ്റ്റാലിൻ്റെ 1980കളിൽ ഇത് നമ്മൾ ഈ നവമാർക്സിസത്തെയൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇത്ര മനോഹരമായ ബാലസാഹിത്യം എങ്ങനെയാണ് സോവിയറ്റ് യൂണിയനിലുണ്ടാകുന്നത്? അതിമനോഹരമായ ബാലസാഹിത്യം. ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്ന ഒരു പുതിയ ലോകത്തെ സ്ത്രീകൾക്കും പ്രകൃതിക്കും എല്ലാ തരം ജീവജാലങ്ങൾക്കും ഇടമുള്ള ഒരു ലോകത്തെ വിഭാവനം ചെയ്യുന്ന ബാലസാഹിത്യം എങ്ങനെ ഉണ്ടാവും? കാരണമുണ്ട്. സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും സ്വതന്ത്ര ചിന്തയിൽ ഊന്നി നിന്ന സർഗശേഷിയുള്ള എല്ലാ സാഹിത്യ രചയിതാക്കളെയും ബാലസാഹിത്യം മാത്രം എഴുതാൻ വിടുവിച്ച ഒരു കാലമായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ 1970s ആംഗ്ലോ അമേരിക്കൻ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ശക്തമാകുന്ന കാലത്ത് അതിനോടൊപ്പം വളർന്നൊരു സാഹിത്യ ശാഖയാണ് അതിന് നമ്മൾ കോൺഷ്യസ്നെസ് റേസിംഗ് ലിറ്ററേച്ചർ എന്ന് തന്നെയാണ് അത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊരിക്കലും അപ്പോൾ അതിൻ്റെ രചയിതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളിത് സാഹിത്യ മേന്മയൊന്നും ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ വായനക്കാരിൽ എത്തിക്കുക. അപ്പോൾ വളരെ വളരെ കൃത്യമായ ഉപകരണാത്മകമായ ഒരു ധർമ്മം അതിന് കൽപ്പിച്ചു കൊടുത്തിട്ട്, അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞതുപോലെയല്ല, സ്റ്റാലിൻ്റെ സോഷ്യലിസ്റ്റ് റിയലിസമാണ് ഉദാത്തമായ സാഹിത്യം, ഇത് മാത്രം മതി എന്നാണ്. കോൺഷ്യസ്നസ് റേസിംഗുകാർ അങ്ങനെയല്ല പറയുന്നത്. അവർ പറയുന്നത് ഇത് സാഹിത്യമാണ്, ഈ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ
ഒരു കഥയിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കവിഞ്ഞൊന്നും അവർ ആവശ്യപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഞാൻ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നത് പലപ്പോഴും ഫെമിനിസ്റ്റ് സാഹിത്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പല സ്റ്റുഡൻസിന് പോലും ഈ കോൺഷ്യസ്നെസ് റേസിംഗ് ലിറ്ററേച്ചറിനെ കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഇല്ല. കാരണം അതിൻ്റെ കാലം കഴിഞ്ഞു, ആ ഉപകരണത്തിൻ്റെ മൂല്യം ഇല്ലാതെയായപ്പോൾ അത് മറവിയിലേക്ക് കണ്ടുപോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഒരു പ്രസ്ഥാനം ഉണ്ടായി, അതുണ്ടാക്കിയ ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഫെമിനിസ്റ്റ് സാഹിത്യത്തെയും കാണാൻ സാധിക്കില്ല കേരളത്തിൽ എന്നുള്ളത്. ഞാനൊരു വേറൊരു കാര്യം, അതായത് കേരളത്തിലെ ഈ മോഡേണിസ്റ്റ് തരംഗത്തിന് തൊട്ട് അതിനോട് ചേർന്നും അതിന് ശേഷവും എഴുതി തുടങ്ങിയ ആളാണല്ലോ സാർ ടീച്ചർ, എഴുതി വന്നയാളാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ലളിതാംബികയുടെ കാലം മുതൽ ഈ മോഡേൺ ഫിക്ഷൻ എഴുതുന്നവർ, കവിതയുടെ വേറൊരു ജീനിയോളജിയാണ്, അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ മോഡേൺ ഫിക്ഷൻ്റെ സാധ്യതകൾ കണ്ട് എഴുതി തുടങ്ങിയ സ്ത്രീകൾ, അതിപ്പോൾ ലളിതാംബികയാകട്ടെ കെ സരസ്വതി അമ്മയാകട്ടെ, ആ തലമുറയിൽ ഇവർക്കൊന്നും ഒരു സാഹിത്യ പെർസോണ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരുടെ എന്താ പറയുക, ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇവരെന്താണോ അത് തന്നെയാണ് ഇവർ എഴുതുന്നതെന്നുള്ളത്. ഇത് തമ്മിൽ ഒരു ഭേദമില്ല എന്നുള്ള പോലെ. അതേസമയം പുരുഷന്മാരായ സാഹിത്യന്മാർക്കൊക്കെ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വ്യക്തി ജീവിതം ഒരു തരത്തിൽ ജീവിക്കാം, പക്ഷെ അവരെഴുതുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയും പേഴ്സണായും തമ്മിലുള്ള ഈ ഒരു അകലം സ്ത്രീകൾക്കൊരിക്കലും, അതിൻ്റെ പേരിൽ അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സാധാരണമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ 60-കൾ 70-കളൊക്കെ തോന്നുമ്പോഴേക്കും ഒരുപക്ഷെ സാഹിത്യ പൊതുമണ്ഡലം കുറെ കൂടെ വികസിച്ചത് കൊണ്ടാകാം ഈ അങ്ങനെ എഴുതുന്ന ഈ സ്ത്രീകളുടെ നേരെ, പ്രത്യേകിച്ചും നമുക്ക് കേരളത്തിൽ സത്യം പറഞ്ഞ ഒരു ഫീമെയിൽ മോഡേണിസം എന്ന് പറയാവുന്ന പോലത്തെ എഴുത്താണ് നമ്മൾ ഇപ്പോൾ രാജലക്ഷ്മിയുടെ ആയാലും മാധവിക്കുട്ടിയുടെ ആയാലും ഈ ആധുനിക രാഷ്ട്രീയം, ആധുനിക ജനാധിപത്യം സ്ത്രീകൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവനും പൊള്ളയായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള ആങ്സ്റ്റാണ് സത്യത്തിൽ രാജലക്ഷ്മിയുടെ രചനകളിൽ കാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ രചനകളിലാണെങ്കിൽ ആധുനിക കുടുംബജീവിതം, ആധുനിക എന്താ പറയുക കമ്പാനിയനറ്റ് മാരേജ്, ഇതൊക്കെ പൊള്ളയായിരുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് മാധവിക്കുട്ടി എഴുതുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ ഫീമെയിൽ മോഡേണിസ്റ്റുകളാണ്. അതുപോലെ തന്നെ അഷിതയായാലും ടീച്ചറുടെ ആദ്യകാല രചനകളായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പം നിങ്ങളും എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ എഴുതി തുടങ്ങുന്ന തലമുറയ്ക്ക് ഈ ആക്രമണം കുറെ കൂടെ തീവ്രമായിരുന്നു എന്ന് തോന്നും. അത് രാജലക്ഷ്മിയുടെ ജീവൻ എടുക്കുക തന്നെ ചെയ്തു. അത് മാധവിക്കുട്ടി അതിനെ വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവർ കേരളത്തിന് പുറത്ത് ജീവിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ടീച്ചറിൻ്റെ ഒരു അനുഭവം പറയാമോ ഈ ഒരു കാര്യത്തിൽ? പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓർക്കുന്നത് രാജലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചിട്ട് MT വാസുദേവൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തത് ഒരു വ്യക്തിയുടെ ആത്മഹത്യയല്ല, ഒരു എഴുത്തുകാരിയുടെ ആത്മഹത്യയാണ് എന്ന് പറഞ്ഞു. അവിടെ മരിച്ചത് ഒരു എഴുത്തുകാരിയാണ്. അതിനു മുമ്പ് പിന്നെ എഴുത്തുകാരന്മാർ ആത്മഹത്യ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എഴുത്തുകാരി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞത് തൻ്റെ മരണത്തിൻ്റെ കാരണത്തെപ്പറ്റി രാജലക്ഷ്മി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരുന്നാൽ ഞാൻ എഴുതും, പക്ഷേ ഞാൻ എഴുതിയാൽ അത് പലർക്കും പ്രശ്നമാവും. ആ പ്രശ്നമാവുന്നതുകൊണ്ട് എനിക്ക് തന്നെ ആക്രമണങ്ങൾ എൻ്റെ നേർക്കുണ്ടാവും. അപ്പോൾ ജീവിച്ചിരുന്നാൽ ഞാൻ എഴുതും, എഴുതാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മരിക്കുന്നു എന്നാണ്. ആ മരണം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ, ഇപ്പോൾ പേഴ്സോണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അതൊരു എഴുത്തുകാരിയുടെ മരണം ആയിരുന്നു. അങ്ങനെ മരിക്കേണ്ടി വന്ന ഒരു എഴുത്തുകാരിയാണ്. ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയല്ല, ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു എഴുത്തുകാരിയാണ് അവിടെ മരിച്ചത്. ഇത് ഈ ആക്രമണങ്ങൾ ആദ്യത്തെ എഴുത്തുകാരിക്ക് തൊട്ട് ആദ്യമായിട്ട് എഴുതിയ ഒരാൾ ഇപ്പോൾ പറയാൻ കവിത എഴുതിയിട്ട് 4 വരി എഴുതിയിട്ട് കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം നമ്മൾ വളരെ ഇതായിട്ട് വൾഗറായിട്ടുള്ള ചില തമാശകളൊക്കെ തന്നെ. അപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നത് ഏത് രംഗത്തായാലും, എഴുത്തിൻ്റെ രംഗത്ത് മാത്രമല്ല പൊതുരംഗത്തേക്ക് വരുന്നത് പിന്നെ ഇഷ്ടമില്ലാത്ത, അനുവദനീയമല്ലാത്ത, അവരെ ആവുന്നത്ര മാർജിനലൈസ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു ലോകം ആണ് അന്നും ഇന്നും ഉള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ധാരാളം സ്ത്രീകളുടെ വലിയ മുന്നോട്ട് വരവാണ് നമ്മൾ കാണുന്നത്. അതിരുകളിൽ നിന്ന് ഒരുപക്ഷെ കാര്യമുള്ള എഴുത്തോ കാര്യമില്ലാത്ത എഴുത്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എഴുത്തോ ഇഷ്ടമില്ലാത്ത എഴുത്തോ ആവട്ടെ, പെൺകുട്ടികൾ
ധാരാളമായിട്ട് അവരവരെ ആവിഷ്കരിക്കാൻ വേണ്ടി സ്വന്തം അനുഭവം, സ്വന്തം വികാരങ്ങൾ, പിന്നെ സ്വന്തം എതിർപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആത്മാവിഷ്കാരത്തിന് വേണ്ടിയിട്ട് അവർക്കിപ്പോൾ സ്പേസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഒരു വിസിബിലിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാം, അവർ പ്രതിരോധിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വേദനയോട് കൂടിയാണെന്നുള്ളത് അവർ തന്നെ ഇങ്ങനെ ഇരുന്നിങ്ങനെ വിലപിക്കാറുണ്ട് അല്ലേ. എനിക്ക് കേരളം എടുത്തു, ഞാൻ കേരളം വിട്ടു പോവാണ്, എന്തിനാ എന്നെ ഇങ്ങനെ ആക്രമിക്കണേ, രാത്രിയൊക്കെ വിളിച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു എഴുത്തുകാരിയെ അല്ല വിളിക്കുന്നത്, ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിച്ച് അവരോട് അശ്ലീലം പറയോ അല്ലെങ്കിൽ നല്ലത് പറയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു എഴുത്തുകാരി ആയിരുന്നില്ല എന്നുള്ള ഒരു വേദന മാധവിക്കുട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നതൊക്കെ എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും എഴുതാണ്ടാവില്ല. വീട്ടിൽ പറയില്ലേ, ആത്തേമാരുടെ ജീവിതം ഏറിയാൽ അരപ്പേജ്, അത്രയൊക്കെ തന്നെ നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുന്നൊന്നും നമ്മുടെ ജീവിതമല്ല, നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തുല്യതയുടെ ലോകം ആണ്. ഒരു ലോകം, ഒരു പുതിയ ലോകം ഉണ്ടാവണം, പുതിയ മനുഷ്യരുണ്ടാവണം, പുതിയ സമൂഹത്തിലെ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് തുല്യനീതി കിട്ടിയും ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ ആഗ്രഹം, അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിനെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതെ, അത് രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ടാവാം. അന്ന് ഇപ്പോൾ ലളിതാംബിക അന്തർജനം എഴുതുമ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ പ്രതികാര ദേവത പോലെയുള്ള കഥകളിൽ ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, സഹോദരി നിൻ്റെ ലക്ഷ്യം നല്ലതാണ് പക്ഷെ നിൻ്റെ മാർഗം ശരിയായില്ല എന്ന തരത്തിൽ പറയുന്നത് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്തർജനം പറഞ്ഞ ഒരു മറുപടി ഭയം എന്നാണ്. എല്ലായ്പ്പോഴും ഭയം ആണ് എഴുത്തുകാരിയെ നിയന്ത്രിച്ചിരുന്നത് എല്ലാ കാലത്തും. അത് കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, മതത്തിൽ നിന്നൊക്കെയുള്ള ഭയപ്പെടുത്തലുകൾ, ആ ഭയപ്പെടുത്തലുകൾ ആ പേനയെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ആ ഭയപ്പെടുത്തലിനെ അകറ്റാൻ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് സഹായിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം. കാരണം ടീച്ചറൊക്കെ എക്സ്പ്ലിസിറ്റായിട്ട് തുറന്ന് തന്നെ എൻ്റെ എഴുത്ത് സ്ത്രീപക്ഷ എഴുത്താണ്, എൻ്റെ എഴുത്ത് ഫെമിനിസ്റ്റ് എഴുത്താണെന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങുന്ന സമയം മുതലുള്ള ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രത്യേകതരം ധിക്കാരം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ശരി, എൻ്റെ ജീവിതവും ഞാൻ എഴുതുന്നതും തമ്മിൽ അകലം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നു. ആയിക്കോട്ടെ, ഇല്ല, എന്താ, ഇതെല്ലാ സ്ത്രീകളുടെയും ജീവിതമല്ലേ. ഞാൻ എഴുതുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതമായിരിക്കില്ല, പക്ഷേ എനിക്ക് പരിചയമുള്ള, ഞാൻ കേട്ടിട്ടുള്ള, എനിക്ക് വിഭാവനം ചെയ്യാവുന്ന ഒരു സ്ത്രീ ജീവിതത്തെ പറ്റി തന്നെയാണ് ഞാൻ എഴുതുന്നത്. അതിലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ധിക്കാരപരമായിട്ട് തിരിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു ഊർജം എവിടുന്നോ കൈവന്നു എന്നുള്ളതാണ്. അതാണ് അവിടെയാണ് സത്യത്തിൽ നമ്മൾ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാധ്യതയുമായിട്ട് ഈ സാഹിത്യം ചേരുമ്പോൾ, സ്ത്രീകൾ എഴുതുന്നത് ചേരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസത്തെ കാണുന്നത്. അപ്പോൾ ശരിയാണ്, അങ്ങനെ പറയുന്ന ഒരു രീതി ഇപ്പോൾ പോലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു അതൊരു സ്ഥായിയായ മാറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം ടീച്ചർ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഫെമിനിസ്റ്റ് കൂടിച്ചേരൽ, ഫെമിനിസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ ഓർഗനൈസ് ചെയ്യാൻ ഉള്ള സാധ്യതയുടെ ഒരു ശക്തി ടീച്ചറിന് കൈവരുന്നതോടുകൂടിയാണ് ടീച്ചറിൻ്റെ എഴുത്തിലും ആ ഒരു ധിക്കാരം കണ്ടു തുടങ്ങുന്നത്. അതുപോലെ ഇപ്പം മാനസിയുടെ കഥകളിലാണെങ്കിൽ അവർ ബോംബെയിൽ ഇരുന്നിട്ടാണെങ്കിലും ഇന്ത്യൻ സ്ത്രീ പ്രസ്ഥാനം വളരെ ശക്തമാകുന്ന കാലത്താണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എഴുത്തിൽ ഈ പറയുന്ന പോലെ ഈ ഫാൻറ്റസി, അതായത് അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമാനൊക്കെ യെല്ലോ വാൾപേപ്പറൊക്കെ എഴുതുന്ന, എനിക്കറിഞ്ഞൂടാ ടീച്ചർ അത് വായിച്ചിട്ടാണോ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എഴുതിയതെന്നും വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അതാണ് പറയുന്നത്, എന്തൊരു മാജിക്കലായിട്ടുള്ള കണക്റ്റാണെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ രാജകുമാരിയുടെ വാൾ എഴുതുന്നത് ഒന്നും ഇത് വായിച്ചിട്ടല്ല, പക്ഷേ ദർ സംഭവം ഇത് എങ്ങനെയെന്നറിയില്ല, ഈ പറയുന്ന ഭ്രാന്തിനെ കുറിച്ചും ഈ ഭ്രാന്തും ഭാവിയിലെ വിമോചനവും കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫാൻറ്റസീസാണ് ടീച്ചറിൻ്റെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലായാലും മാനസിയുടെ രാജകുമാരിയുടെ വാളായാലും ഈ പെർക്കിൻസ് ഗിൽമാൻ്റെ യെല്ലോ വാൾപേപ്പർ ആയാലും ഓക്കെ. അപ്പോൾ എനിക്ക് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അത് ടീച്ചറിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അതായത് ഓരോ എഴുത്തുകാരുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കഥ ഒരു മനോഹരമായിട്ടുള്ള സ്വപ്നമാണ്.
പക്ഷേ അത് വ്യാഖ്യാനിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയുടെ ധിക്കാരം എന്നുള്ള വാക്കാണ് ദേവിക ഉപയോഗിച്ചത്. അത് നന്ദിയുണ്ട്. സ്ത്രീകളുടെ ധിക്കാരമാണല്ലോ, ശത്രു അല്ലല്ലോ, വർഗശത്രു അല്ല സ്ത്രീ അപ്പുറത്ത് കാണുന്നത്. ഒരു ധിക്കാരത്തോടുകൂടി സമഭാവനയോടുകൂടി അതറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളത്. ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും എന്ന് പറയുന്ന സ്ത്രീ വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ സ്വാനുഭവങ്ങളും അതുപോലെ തന്നെ സ്ത്രീ ലോകത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളുമാണ്. പക്ഷേ ആ സ്ത്രീയുടെ സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ വീട് വിട്ട് ഇറങ്ങി, ഇപ്പോൾ സ്വതന്ത്രയാണ്, എൻ്റെ പാവാട വട്ടം ചുഴറ്റി ഭൂമിയെ പൊതിഞ്ഞു എന്നാണ്. അത്രയാണ് ആ സ്വപ്നം. ഭൂമിയെ പൊതിയുന്നൊരു പാവാട, എൻ്റെ മുടി പാറിപ്പറന്ന് ചക്രവാളങ്ങളെ സ്പർശിച്ചു എന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വളരാനില്ല ഒരു സ്വപ്നത്തിനും. അപ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്ര ലോകം, ആ ഒരു സ്വതന്ത്ര ലോകത്തെ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്. മേബിളമ്മായിയുടെ വീട് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ ചുമരുകളില്ലാത്ത വീടാണ്, കടൽക്കരയിലെ ചുമരുകളില്ലാത്ത വീട്. അപ്പോൾ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അഭിലാഷ എങ്ങനെ ചിത്രീകരിക്കാം എന്നുള്ളതാണ്. അവിടെ അതിരുകളില്ലാത്തൊരു ലോകത്തെ എഴുതുക എന്നുള്ളതല്ലാതെ, ഒരു തരത്തിലുള്ള അതിരുകളില്ലാത്തൊരു ലോകത്തെ എഴുതുക എന്നുള്ളതല്ലാതെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരില്ലായ്മയെ ആഖ്യാനിക്കാനായിട്ട് പറ്റില്ല. അതുതന്നെ ആയിരിക്കും ഒരുപക്ഷെ സ്ത്രീകൾ എഴുത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഇപ്പോൾ ഏത് പ്രത്യയശാസ്ത്രം എടുത്താലും അത് പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അതിനകത്ത് ഇടമില്ല. ഇപ്പോൾ വർഗ സിദ്ധാന്തം എടുത്താൽ വർഗപരമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നത്. വർഗപരമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് കൾച്ചറലായിട്ടുള്ള പ്രശ്നം, സാമൂഹികമായ ജനാധിപത്യപരമായ നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള അവരുടെ അനുഭവത്തിൻ്റെ സവിശേഷത തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ അത് ആഖ്യാനം ചെയ്യുക, എഴുത്തിൽ കൂടെ അത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ എഴുത്തിൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ആദ്യകാല എഴുത്തുകളൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചറിവോടുകൂടി, ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ആർജിക്കുകയാണല്ലോ. എഴുതാനുള്ള സാമഗ്രികൾ പോലെ തന്നെ എഴുത്തിനെ നമ്മൾ ആർജിക്കുകയാണ്. അങ്ങനെ ആർജിക്കുമ്പോൾ എല്ലാ അറിവുകളുടെയും കൂടെ പിന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ തിരിച്ചറിവുകൾ എഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എഴുത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാധവിക്കുട്ടി എഴുതിയതുപോലെ ഉള്ള ഒരു സ്വതന്ത്ര ലോകത്തെ എഴുതുമ്പോഴും ആ സ്വതന്ത്ര ലോകം എന്തിനാ എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വളരെ പ്രധാനമായിട്ടുണ്ട്. എന്തിനാണ് ഒരു സ്വതന്ത്ര ലോകം എന്നുള്ളത്? അപ്പോൾ എനിക്ക് തോന്നുന്നു, അത് ഈ ടീച്ചറിൻ്റെ നിങ്ങളുടെ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് എവിടെയൊക്കെ ചെന്ന് സ്പർശിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ടീച്ചറിൻ്റെ ആ തലമുറയിലാണ് ഈ പെണ്ണെഴുത്തെന്ന് പറഞ്ഞ പെണ്ണെഴുത്ത് സംബന്ധിച്ച ചർച്ച ഉണ്ടാകുന്നത്. ആ ഒരു കോയിനേജ് സത്യം പറഞ്ഞാൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി. ഐ മീൻ വെൽ ഇൻറ്റൻഷൻ ബട്ട് അൺഫോർച്ചുനേറ്റ് ഞാൻ പറയുള്ളൂ. പക്ഷേ അതുണ്ടാക്കിയ ഒരു ഹാലിളക്കം, അതായത് ടീച്ചർ സങ്കല്പിക്കുന്നതിലധികം ഇത് പോയി എന്നുള്ളത്, ഈ ധിക്കാരം. കാരണം പെണ്ണെഴുത്തെന്ന് പറഞ്ഞ സംജ്ഞ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു ലിബറൽ ഹ്യൂമനിസ്റ്റ് ഭാഷയിലായിരുന്നു. അതിപ്പോൾ ചന്ദ്രമതി ആയാലും ഗ്രേസ് ടീച്ചറായാലും. പക്ഷേ അതിലും ഒരു പ്രത്യേകതരം ധിക്കാരം ഉണ്ടെന്നാണ്. അതായത് ഞങ്ങൾക്ക് ഇനി മുതൽ ഒരു സാഹിത്യ പൊതുമണ്ഡലത്തിലെ വലിയ ഗേറ്റ് കീപ്പേഴ്സായ വലിയ സാഹിത്യ വിമർശകരുടെ ഒരു മുദ്ര ആവശ്യമില്ല എന്ന് പറയുന്നതിന് സമാനമായിരുന്നു അത്. അതോടുകൂടി കേരളത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീ എഴുത്തുകാരുടെ എണ്ണം വളരെ കാര്യമായിട്ട് കൂടുന്നുമുണ്ട്. അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ മുതൽ ഈ സമീപകാലത്ത് എഴുതുന്ന കുട്ടികൾ വരെയും ഈ പറയുന്ന പോലെ എന്താണ് അത് എല്ലാ സ്ത്രീകളുടെയും അനുഭവമല്ലേ, ഞങ്ങളുടെ അനുഭവം ആകാതിരിക്കാം, പക്ഷെ ഞങ്ങൾ എഴുതുന്നത് പല സ്ത്രീകളും പങ്കുവയ്ക്കുന്ന അനുഭവമാണെന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു മുതൽക്കൂട്ടുണ്ടായി. പിന്നെ വേറൊന്ന്, നിങ്ങൾ ഈ പങ്കുവച്ച സ്വപ്നങ്ങൾ ഉണ്ടാക്കിയ അനുരണനങ്ങളാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കാരണം നമുക്ക് സമയം ഏതാണ്ട് കഴിയാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ അമ്മായിയുടെ വീട് എന്നുള്ള സങ്കല്പം. ആ കഥ വായിച്ചിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, അന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു 19 വയസ്സൊക്കെ ആയിരിക്കും. എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഞാൻ ഉണ്ടാക്കുമ്പോൾ, എനിക്ക് ഒരു നിലയിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഈ അമ്മായിയുടെ പോലെ ഒരു വീട് ഉണ്ടാക്കും. എന്നിട്ട് അന്നൊക്കെ എഴുതുന്ന നമ്മളെക്കാളും ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വന്ന് താമസിക്കാൻ ഞാൻ ആക്കും. ഞാനത് സത്യമായിട്ട് ഞാനത് ചെയ്തു എന്നുള്ളതാണ്.
എനിക്ക് ഞാനൊരു ഫ്ലാറ്റ് വാങ്ങി, ആ ഫ്ലാറ്റിന് താഴെ ഒരു കുഞ്ഞു ഫ്ലാറ്റ് വാങ്ങി. ആ കുഞ്ഞു ഫ്ലാറ്റിനെ അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ, എൻ്റെ വീട്ടിനേക്കാളും ഭംഗിയാക്കിയത്, നല്ല ഭംഗിയാക്കി. എന്നിട്ട് അവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് ഒരു പേരിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അതിനെ അമ്മായിയുടെ വീടതിട്ടേനെ, പേരിട്ടേനെ. ദേവിക, എനിക്ക് ദേവിയുടെ ഒരു ചെറിയ ഒരു കാര്യം, ഇവരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നീലോഫർ കൗളിൻ്റെ പുസ്തകം കൺസെൻറ്റ്, ഫിയർഫുൾ പിന്നെ എസമിട്രി. അപ്പോൾ ഈ പുസ്തകത്തിൽ ദേവിക പറയുന്നുണ്ട് കൺസെൻറ്റിനെ കുറിച്ചിട്ട് ശരിക്കുള്ള ധാരണ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടും തെറ്റായി ധരിക്കുന്നത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളുള്ളത് ഈ പുസ്തകത്തിൽ റിവീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് അതൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് അത് നമ്മൾ ഇന്നിപ്പോഴത്തെ തീമുമായിട്ട് ബന്ധപ്പെടുത്തി കൂടെ പറയുകയാണെങ്കിൽ, സമീപകാലത്തുണ്ടായ വലിയൊരു മാറ്റം, നമ്മളിപ്പോൾ സാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും സ്ത്രീകളുടെ എഴുത്ത് വളരെ വിസ്തൃതമാവുകയും ഒരു കാലത്ത് സാഹിത്യം മാത്രമാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് എഴുതാൻ ഒരു സ്പേസ് കൊടുത്തിരുന്ന ഒരു സ്ഥലം. അത് മാറി എനിക്ക് തോന്നുന്നു 90-കൾക്ക് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം സാഹിത്യേതര രംഗങ്ങളിലും സ്ത്രീകൾ ധാരാളം വരാൻ തുടങ്ങിയതോടുകൂടി സാഹിത്യേതര രചനകളിലും സ്ത്രീകളുടെ ഒരു പ്രസൻസ് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്പേസിൻ്റെ ഉള്ളിൽ വരുന്ന പുസ്തകമാണ് ഈ കൺസെൻ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അത് സമ്മതം, അത് ഒന്നാന്ന് വെച്ചാൽ ഈ സ്പേസ് നമ്മൾക്ക് കുറച്ച് പേർക്ക് നമുക്ക് എക്സ്പെർട്ടീസ് ഉള്ള ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിജയം കണ്ടെത്തുക എന്നുള്ളതിന് ഉപരി ഈ പറയുന്ന സ്പേസിനെ തന്നെ വിസ്തൃതമാക്കാൻ ഉള്ള എഴുത്ത് അവിടെ വരണം എന്നുള്ള എനിക്ക് നിർബന്ധമാണ്. അപ്പം ഞാൻ നോൺ ഫിക്ഷൻ പബ്ലിഷ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ബൗദ്ധിക ഇടം, അതായത് സാഹിത്യേതരമായ ബൗദ്ധിക ഇടം കുറെ കൂടെ വിശാലമാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം കേരളത്തിൽ നിന്നല്ല ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു സങ്കല്പനമാണ് ഈ കൺസെൻറ്റ് അഥവാ സമ്മതം. പക്ഷേ അത് ഒരു ലിബറൽ ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുല്യതയുടെ പുറത്ത് കയറി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ കൺസെൻറ്റ്. തുല്യത, സമത്വം എന്ന് പറയും. ഇപ്പോൾ സമത്വവും തുല്യതയും എന്തിനെയാണ് എന്തിൻ്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇരു വശങ്ങളും തുല്യരാണ്, സമരാണ് എന്ന ധാരണയിലാണ്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ സാമൂഹ്യ ഇടങ്ങളുടെ സ്വഭാവം അസമിമിതിയാണ്, അസമെട്രിയാണ്. അപ്പോൾ അസമത്വത്തിൽ നിന്ന് തുടങ്ങരുത്, സമത്വത്തിൽ നിന്ന് തുടങ്ങരുത്, അസിമിട്രിയിൽ നിന്ന് തുടങ്ങണം, അസമിമിതിയിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ ഈ സമ്മതം എന്താണ്? ഈ സമ്മതം എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമാണെന്നും നമ്മുടെ മനസ്സിന് തന്നെ പല അടരുകളുണ്ടെന്നുള്ള കാര്യം, അതായത് മനസ്സിന് അബോധം എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആ അബോധത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സമ്മതം എന്ന് നിലോഫർ കൗൾ എന്ന സൈക്കോ അനലിസ്റ്റ്, അവരൊരു പ്രാക്ടീസിങ് സൈക്കോ അനലിസ്റ്റാണ്. അവർ ഫെമിനിസ്റ്റ് സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് സാഹിത്യ കൃതികളുടെ ആഴത്തിലുള്ള വായനയിലൂടെയാണ് ഈ സമ്മതം എന്ന ആശയത്തെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതായിരിക്കും ചിലപ്പം ആ പുസ്തകത്തിൻ്റെ ഒരു വലിയ നേട്ടം. ഇപ്പോൾ ആർട്ടിക്കിൾ 14 പ്രകാരം ഭരണഘടന പറയുന്നത് എല്ലാവരും തുല്യരാണെന്നാണ്. ആ തുല്യത നിയമം കൊണ്ടോ അതല്ലെങ്കിൽ സാമൂഹിക അംഗീകാരം കൊണ്ടോ ജനാധിപത്യം കൊണ്ടോ നേടാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ ഇത് എവിടെ നിന്ന് തുടങ്ങണം? എവിടെന്നാണ് നമ്മൾ തുടങ്ങുക? അതുകൊണ്ടാണ് അസമമിതി എന്ന ഐഡിയയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത്. നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ തിയറൈസ് ചെയ്യുക. ഒരു അൺറിയൽ ആയിട്ടുള്ള, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തുല്യത, സമത്വം എന്നുള്ള ആശയത്തിൽ നിന്ന് തുടങ്ങാതെ നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യമായ അസമമിതിയിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഒരുപക്ഷെ കൂടുതൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ഒരു മെച്ചം. ഈ പാട്രിയാർക്കി ഇൻ ലിറ്ററേച്ചർ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം. കാരണം പ്രമാദമായിട്ടുള്ള ലിറ്റററി വർക്കേഴ്സ്, അതായത് സാഹിത്യകാരന്മാരൊക്കെ പുരുഷന്മാരാണ് എന്ന് സത്യമാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ പാശ്ചാത്യ ലോകത്ത് ഏറ്റവും അധികം വെന്നിക്കുടി പാലിച്ച ജെ കെ റൗളിങ്ങിന് ലോക സാഹിത്യരംഗം അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവർ വളരെ ബില്യനെയറാണ്.
അപ്പോൾ ലോക സാഹിത്യരംഗം സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണോ അത്? സ്വീകാര്യത എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീകളെ ഏത് തരത്തിലാണ് എഴുത്തുകാരികൾ സ്വീകാര്യരാവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആളെ ചൂണ്ടിക്കാട്ടിയിട്ട് അവർ പിന്നെ ബില്യണറായി എന്ന് പറയുന്നത് ഒരു സ്വീകാര്യതയുടെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ലിറ്ററേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ആ ഒരു സ്വീകാര്യത വരുന്നത്. അതായത് ഇപ്പോൾ വെർജീനിയ വൂൾഫിന് ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ തന്നെയുമല്ല, സ്ത്രീകൾ എഴുതുന്നത് ലോകത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അനുഭവങ്ങളെ ആഴത്തിൽ തങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത തരത്തിലുള്ള പിന്നെ ജീവിതത്തിൻ്റെ അടിച്ചമർത്തലുകളെ, അനുഭവങ്ങളെ, അതല്ലെങ്കിൽ നിരാകരണങ്ങളെ, അവഗണനകളെ, സ്പേസ് ഇല്ലായ്മയെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഏതൊരു അംഗീകാരത്തെക്കാളും അധികം ഒരു സ്ത്രീ ആഹ്ലാദിക്കുക അവളുടെ അനുഭവ ആവിഷ്കാരം സ്വീകാര്യമാകുന്നു എന്നിടത്തായിരിക്കും. തീർച്ചയായിട്ടും അതങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ എഴുതുമ്പോൾ ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലും ഒരു തരത്തിലുള്ള നിസ്വാർത്ഥതയും അതിനകത്ത് ഉണ്ട്. ആ നിസ്വാർത്ഥതയും രക്തച്ചൊരിച്ചിലും തന്നെയാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ചിന്തയ്ക്ക് കാരണമായി തീരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൗളിങ്ങിൻ്റെ സ്വീകാര്യത സ്ത്രീകളുടെ എഴുത്തിൻ്റെ സ്വീകാര്യതയായിട്ട് അതിനെ രണ്ടിനെയും കൂടി കൂട്ടിക്കൊഴിക്കരുത്. സ്ത്രീകൾ എഴുതുന്നതും സ്ത്രീപക്ഷ എഴുത്തും രണ്ട് തന്നെയാണ്. അല്ല, റൗളിങ്ങിൻ്റെത് സ്ത്രീപക്ഷ എഴുത്തല്ല എന്നല്ല, ഒരു ലിബറൽ എഴുത്താണ്. പൊതുവേ ലിബറലായ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു രീതിയാണ് അവരുടേത്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പണം ഉണ്ടാക്കുന്നത് ബാർബറ സ്ട്രീസാൻഡ് അവരെത്രത്തോളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ പോപ്പുലർ റൈറ്റിങ്ങിന് പണം ഉണ്ടാക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതുമായിട്ടൊരു ബന്ധവും ഇല്ല ഇവിടെ നടന്ന ചർച്ചയ്ക്ക്. സത്യത്തിൽ സ്ത്രീകളുടെ അനുഭവങ്ങളെ ടീച്ചർ പറഞ്ഞ പോലെ സ്ത്രീപക്ഷത്ത് നിന്ന് കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യാനുള്ള ശ്രമത്തെയാണ് നമ്മൾ സ്ത്രീപക്ഷ എഴുത്തെന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ എഴുതിയ പല സ്ത്രീകളും വളരെ സ്വീകാര്യകളാണ്. ബൈ ദ വേ, ഇപ്പം മാർഗരറ്റ് ആറ്റ്വുഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് എഴുതിയ മരിച്ചുപോയ നോബൽ പ്രൈസ് കിട്ടിയ ആലിസ് മൺറോ, ഇവരൊക്കെ തന്നെ ഈ ആലിസ് മൺറോ ഒന്നും ഫെമിനിസ്റ്റ് അല്ല, പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ഫെമിനിസ്റ്റുകളുടെ ഡൈലമകളെ, നമ്മളുടെ ധർമ്മസങ്കടങ്ങളെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പണമുണ്ടാക്കുന്ന സ്ത്രീകളായ എഴുത്തുകാർ അവർ ഒരു വർഗമാണ്, ഒരു വിഭാഗമാണ്. അവർ ആധുനിക സാഹിത്യ പൊതുമണ്ഡലത്തിൻ്റെ ഒരു സാധ്യതയാണ്. പക്ഷേ അതും ഇവിടെ ചർച്ച ചെയ്ത സ്ത്രീ എഴുത്തും രണ്ടാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും അവകാശങ്ങളുണ്ടെന്നും ഒക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു എഴുത്തിൻ്റെ ഉറവിടമാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം അതെങ്ങനെയായിരിക്കണം എന്നും ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ. സ്ത്രീ ഇപ്പോൾ പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തെ കണ്ട് കൊതിച്ച് നമ്മൾ നിൽക്കുന്നതിനപ്പുറമാണ്, വലുതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന ഉള്ളിലെ ലോകം. അപ്പോൾ ആ ഉള്ളിലെ ലോകത്തെക്കുറിച്ച് ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നറിയാൻ കൊതിക്കുന്നു. ഉള്ളിൽ മാത്രമല്ല പുറത്തും സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടന തുല്യത വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുല്യത അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സാമൂഹികമായ, സാമ്പത്തികമായ, ജനാധിപത്യപരമായ ഘടകങ്ങളാണ്. സത്യത്തിൽ നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും സ്ത്രീകൾ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ പുറത്താണ്. ജനാധിപത്യത്തിൻ്റെ അവകാശാധികാരങ്ങൾ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്വാതന്ത്ര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഔദാര്യങ്ങളേ ഉള്ളൂ. ഔദാര്യങ്ങളുടെ മറ പറ്റിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. അത് ലിമിറ്റഡ് ആയിരിക്കും. ഇത്ര ദൂരം വരെ പോകാം, ലക്ഷ്മണരേഖ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ പോകാം, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയല്ല, തുല്യത അല്ലെങ്കിൽ അവകാശാധികാരങ്ങൾ
ഏവർക്കും തുല്യമാണ് എങ്കിൽ ആ ഏവർക്കും അത് പൂർണ്ണമായി തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കണം. അത് സ്ത്രീക്കും അങ്ങനെ തന്നെ സാധിക്കണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകൾ വേണോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളൊരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സർവ്വതന്ത്ര സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. ആന്തരിക സ്വാതന്ത്ര്യമാണ് എഴുത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എഴുതുമ്പോൾ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അതാണ് സമൂഹത്തിന് ആവശ്യമുള്ളത്. നിങ്ങൾ പാരതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് എഴുതുമ്പോൾ സമൂഹത്തിന് ആവശ്യമുള്ള ഒന്നല്ല അത്. നിങ്ങൾ എഴുതുമ്പോൾ പരിപൂർണ്ണ സ്വതന്ത്രമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒന്നിനെയും ഭയപ്പെടാതെ, ഒന്നിനെയും കൂസാതെ, നേരത്തെ ദേവിക സൂചിപ്പിച്ച ധിക്കാരത്തോടുകൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇതിനാണ് ആന്തരസ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നത്. ഈ ആന്തരസ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് പലതിനും വഴങ്ങി, പലപ്പോഴും നിശബ്ദമായി, പലതും കണ്ടില്ലെന്ന് നടിച്ച്, പലതും കേട്ടില്ലെന്ന് നടിച്ച്, പലതിൻ്റെയും കൂടെ ഒത്തുപോയി അങ്ങനെയൊക്കെ എഴുതേണ്ടി വരും. അത് സ്വതന്ത്രമായ രചന അല്ല. അങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ ഋഷി പോയതുപോലെ നാട് വിട്ട് ഓടേണ്ടി വരും, തല പോയിന്ന് വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് അതിരുകൾ പാടില്ല. ഇപ്പോൾ സംസാരിച്ച പോയിന്റിൽ നിന്നാണ് എൻ്റെ തുടക്കം. ഈ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്, വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊരു അപേക്ഷ മാതിരിയാണ് തോന്നിയത്. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാൻ. അത് കഴിഞ്ഞിട്ട് ആശപൂർണാദേവിയുടെ ആണെങ്കിലും, അത് കഴിഞ്ഞ് ശേഷം വന്ന ബർഖ മാതിരിയുള്ള നോവലുകളാണെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ താളത്തിനൊപ്പമാണ് ഈ ഒരു വ്യതിയാനം വന്നത്. അത് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുമ്പോഴല്ലേ ഈ സ്ത്രീപക്ഷ സാഹിത്യരചന കൂടുതൽ അർത്ഥവത്തായി മാറുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ടൊന്നല്ല സ്ത്രീരചനകൾ ഉണ്ടായിട്ടുള്ളത്, സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ത്രീകളുടെ രചനകൾ അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും എഴുത്ത് സമൂഹത്തോട് കലഹിച്ചിട്ടേ ഉള്ളൂ. എഴുത്ത് ഒരിക്കലും സമൂഹത്തോട് ഒത്തുപോയിട്ടില്ല. എഴുത്ത് കലഹിക്കുന്നത് കൊണ്ടാണ് സോഷ്യൽ ചേഞ്ചസിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അവബോധത്തിലേക്ക്, ചിന്തയിലേക്കും പിന്നെ ഒക്കെ വിപ്ലവകരമായ സംഗതികൾ കൊടുക്കാനായിട്ട് എഴുത്ത് ഏകാന്തമായി കലഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തോട് ഒത്തുപോകുന്ന ഒന്ന് എന്നുള്ളത് എഴുത്തിനെ പറ്റി പറയാനേ പറ്റില്ല. എല്ലായ്പ്പോഴും സമൂഹത്തെ വിച്ഛേദിച്ചുകൊണ്ട്, സമൂഹത്തോട് കലഹിച്ചുകൊണ്ട്, സമൂഹത്തോട് സമരം ചെയ്തുകൊണ്ട് തന്നെയാണ് പുതിയ സമൂഹം എന്ന് പറയുന്ന ഒരു സുന്ദര ലോകത്തെ ഭാവന ചെയ്യുന്നത്. ഞങ്ങൾ ഭാവനയിലെ വേറൊരു ലോകം നിർമ്മിക്കുക, അതാണല്ലോ സർഗാത്മകത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സത്യം പറയാനുള്ള ധൈര്യമാണ്, അതാണ് സ്വാതന്ത്ര്യം. ഇപ്പോൾ ഏറ്റവും അമൂർത്തമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് സത്യം ചെയ്യാനും, സത്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അധികാരി എന്താണ് ചെയ്യുന്നതെന്ന് ഒട്ടും കൂട്ടാതെയോ കുറയ്ക്കാതെയോ പറയുന്ന ഇടപാടിനെയാണ് ഈ സത്യം എന്ന് പറയുന്നത്. ആ സത്യം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് സ്ത്രീപക്ഷ രചനകൾ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം, ഇത് ഇത് അത്രയും ആയിരുന്നോ, ഇത് നിങ്ങൾ പറയുന്ന പോലെ ആയിരുന്നോ അതിൽ. പക്ഷേ ഈ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആർക്കും തർക്കിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ത് സമൂഹത്താണോ നമ്മൾ ജീവിക്കുന്നത്? ഇത്രയും ജീർണിച്ചൊരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സമൂഹത്തോട് ഒത്തുപോകാൻ എഴുത്തുകാരോട് ആവശ്യപ്പെടാൻ പറ്റുമോ?